നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാം എന്തായാലും കുറച്ചു നേരം സ്വസ്ഥമായിട്ട് കിടന്നു. അപ്പൊ ക്ഷീണമെല്ലാം മാറിക്കോളും. എന്നാലും ആ ടാബ്ലറ്റ് മാറ്റിയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് വെച്ചത് ആരാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അത് മറ്റാരും ആയിരിക്കില്ല, ഐശ്വര്യടുത്തിയാവും. ഐശ്വര്യടുത്തിയോ? അല്ലാതെ ആരാ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാലും ഐശ്വര്യടുത്തി എന്താ ഐശ്വര്യടുത്തിക്ക് അത് പാടില്ലേ? പക്ഷേ അങ്ങനെ ടാബ്ലറ്റ് മാറ്റി വെച്ചിട്ട് ഐശ്വര്യടുത്തേക്ക് എന്ത് കിട്ടാനാ? ചിലരുടെ സ്വഭാവം അങ്ങനെയാ. മനസ്സ് വെറുതെ ഇരിക്കില്ല. സദാ സമയവും ആരെ ദ്രോഹിക്കാന്ന് ചിന്തിച്ചിരിക്കുക അത്തരക്കാര്. ശ്യാമയോട് എന്തെല്ലാം ദ്രോഹങ്ങളാ ഐശ്വര്യടുത്തി കാണിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ അങ്ങനെ ചെയ്യാനും എന്തെങ്കിലും ലക്ഷ്യം കാണും. ഞാൻ ഡോക്ടറെ കണ്ട് ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം ഡോക്ടർ ഒന്ന് ചിരിച്ചു. പിന്നെ ഞാൻ എന്താ ഏതാന്ന് ചോദിച്ചപ്പോ ഡോക്ടർ ശരിക്കും ഒന്ന് വിട്ടു പറയുന്നില്ല. പക്ഷെ ചില സൂചനകൾ തന്നു. പ്രഗ്നൻസി ഫസ്റ്റ് സ്റ്റേജാണ്, കൂടുതൽ സൂക്ഷിക്കണം. ഭക്ഷണം ഏത് കഴിക്കുമ്പോഴും ശ്രദ്ധയോട് വേണമെന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ ശ്യാമയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഡോക്ടർ എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷേ ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോന്ന് ഡോക്ടർക്ക് നല്ല ആശങ്കയുണ്ട്. അതുകൊണ്ട് ഏറെ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഡോക്ടർ അങ്ങനെ ആരാ എന്താണെന്നൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി. ശ്യാമയ്ക്കെതിരെ, വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെതിരെ ഐശ്വര്യടുത്തി എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സർ, ഇനി എന്താ ചെയ്യാ? സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. ഐശ്വര്യടുത്തി നീ എത്ര സ്നേഹം ഭാവിച്ച് എന്ത് തന്നെ കഴിക്കാൻ തന്നാലും കഴിക്കരുത്. ഡോക്ടർ കൂടി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. എന്റെ ഫോണാ. ഹലോ. ശ്യാമേ, ഞാനേ മ്യൂസിക് ഡയറക്ടറാണ്. ആ പറഞ്ഞോളൂ സർ. ഞാൻ വിളിച്ചതേ നാളെ ശ്യാമ റെക്കോർഡിങ്ങിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാ. ആ ശരി സർ, ഞാൻ വരാം. ഞാൻ റെഡിയാ. ഓക്കെ ശ്യാമേ, അപ്പോൾ നാളെ റെക്കോർഡിങ്ങിനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? ആ അതെ സർ. ശരി ശരി, ബാക്കി ഡീറ്റെയിൽസ് മാനേജർ ശ്യാമയെ വിളിച്ച് അറിയിച്ചോളൂ. ഓക്കെ ശരി സർ. റെക്കോർഡിങ്ങിന്റെ കാര്യമല്ലേ? ആ നാളെ റെക്കോർഡിങ്ങിന് ചെല്ലാമോന്ന് മ്യൂസിക് ഡയറക്ടർ ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. ശ്യാമയ്ക്ക് കുറച്ച് ക്ഷീണം കൂടുതലുണ്ട്, പിന്നെ വോമിറ്റിംഗ് ടെൻഡൻസിയും. അത് സാരമില്ല, ടാബ്ലറ്റ് കഴിക്കല്ലേ, ഒക്കെ ശരിയാവും. എന്നാ റെസ്റ്റ് എടുത്തോ. എന്താ ശ്യാമേ? കാല് വല്ലാത്ത വേദന. നോക്കട്ടെ. ഒന്നും കാണുന്നില്ലല്ലോ. എന്തോ നല്ല വേദന. അതെയോ? ആ വേദന ഇപ്പൊ പോകുന്ന ഞാൻ കാണിച്ചുതരാം. അയ്യോ സർ, സർ സർ എന്താ കാണിക്കാൻ പോന്നെ? സർ വേണ്ട, സാരമില്ല. സാരം ഉണ്ടെന്നേ. അല്ല, ഐശ്വര്യായിരുന്നോ? മായ, അല്ല ഇതെന്താ ഐശ്വര്യ? ഈ ലോകത്തൊന്നും അല്ലേ? റോങ് സൈഡിൽ ഐശ്വര്യ കയറി വന്നേ. കാറ് തമ്മിൽ ഇടിക്കാത്തത് ഭാഗ്യം.
ഐശ്വര്യക്ക് ഇതെന്താ പറ്റിയേ? പഴയ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ല. എന്താ ഐശ്വര്യ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണക്കമാണോ? ഓ, അന്നാ ബാങ്കിന്റെ ലേലത്തിൽ പങ്കെടുത്തതിന്റെ പിണക്കമാ? ഏയ് അതൊന്നുമല്ല. ഞാനിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലാ മായ. അത്രയും വലിയ എന്തോ വിഷമം ഐശ്വര്യക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഒരു സമയത്ത് നമ്മൾ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ. അന്ന് ഐശ്വര്യയുടെ വിഷമം എന്റെയും വിഷമമായിരുന്നു. ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. തുറന്നു പറഞ്ഞാ എന്തിനും പരിഹാരം ഉണ്ടാവും. സത്യത്തില് ഇപ്പൊ മായ കണ്ടത് എന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്ത് വിഷമമാണെങ്കിലും ഐശ്വര്യ എന്നോട് പറയേ, നമുക്കതിന് പരിഹാരം കണ്ടെത്താം. ഞാൻ ഒറ്റപ്പെട്ടു പോയി മായ. ഒറ്റപ്പെടുകയോ? വസുന്ധരയുടെ പ്രിയപ്പെട്ട മരുമകളല്ലേ ഐശ്വര്യ. ആ ഐശ്വര്യ ഒറ്റപ്പെട്ടു പോയിന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ആയിരുന്നു. ഇപ്പോ അമ്മ എന്നെ കൈയൊഴിഞ്ഞ മട്ട. നീ എന്താ കാര്യമെന്ന് പറയാ ഐശ്വര്യ? അത് ഞാനായിരുന്നല്ലോ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ. ഇന്ന് എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ആ ശ്യാമയെ നിയമിക്കാൻ പോവാ. ശ്യാമയോ? അഖിയും ശ്യാമയും കമ്പനി ചുമതലകൾ ഏൽപ്പിക്കാൻ തീരുമാനമായി. അത് പറ്റില്ലല്ലോ. നമ്മളിവിടെ നിന്ന് പറഞ്ഞാ മതിയോ? എന്തായാലും ഞാനിപ്പോ കമ്പനിയിൽ ആരും അല്ലാതായി. അതിന് ശ്യാമ വീണ്ടും ആനന്ദ നിലയത്തിലേക്ക് തിരിച്ചു വന്നോ? അഖിലിനെയും ശ്യാമയും വസുന്ധര വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അഖിലെന്തോ പച്ചക്കറിക്കട അങ്ങനെന്തോ നടത്തുവാണെന്ന് പറഞ്ഞു. സംഗതികൾ അങ്ങനെയായിരുന്നു. അതിനിടയ്ക്ക് ശ്യാമ പ്രഗ്നന്റ് ആയി. അതാ അമ്മയുടെ മനസ്സ് മാറിയത്. ശ്യാമ പ്രഗ്നന്റോ? ഇപ്പോ അവളെ അമ്മ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വലിയ സ്നേഹം കാണിക്കോ. ഇപ്പോ അമ്മയും മോളും പോലെയാ വസുന്ധരാമയും ശ്യാമയും. അതൊരു നല്ല വാർത്ത അല്ലല്ലോ ഐശ്വര്യ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അവിടെ അച്ഛനും അരുണും എല്ലാരും ശ്യാമയുടെ പക്ഷം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഐശ്വര്യ കയ്യും കെട്ടി നോക്കി നിൽക്കുവാണോ? ഞാൻ ഒറ്റപ്പെട്ടു പോയി മായേ. ഐശ്വര്യക്കറിയാലോ എനിക്ക് ശ്യാമയോടുള്ള പക. അതേ ലോകത്ത് മറ്റാർക്കും ഉണ്ടാകില്ല. എന്റെ പൊന്നുമോള്, അവള് പോയില്ലേ? അവളിന്ന് സുഖമായിട്ട് കഴിയേണ്ട വീടായിരുന്നു അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.